ഞാൻ മിനി നജീബ് ആർട്ടിസ്റ്റിക് ഫോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഈ ട്രേ വെച്ചിട്ട്, ഫൈബറിൻ്റെ ട്രേ വെച്ചിട്ട് പ്ലാന്റ് വയ്ക്കാനുള്ള സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഒന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഒരെണ്ണം ഉള്ളത് ഞാൻ ഉപയോഗിക്കുന്ന സ്പ്രെയറിനെ കുറിച്ചും. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ട്രേ വെച്ച് നമുക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കുമ്പോൾ ഇനിഷ്യൽ കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും, പക്ഷേ നമുക്ക് ഭാവിയിൽ അങ്ങോട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ ട്രേ വെച്ചിട്ട് നമുക്ക് PVC പൈപ്പിൽ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇരുമ്പിൻ്റെ പൈപ്പ് തന്നെ ആയിരിക്കണം, അതാണെങ്കിലേ ബലക്കത്തുള്ളൂ. GI ആണെങ്കിൽ ഏറ്റവും നല്ലത്. GI പൈപ്പിട്ട് ചെയ്താൽ നമുക്ക് കൂടെയുള്ള പെയിൻ്റ് അടി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇത് ഫൈബറിൻ്റെ ട്രേ ആണ്, ഇരുമ്പല്ല, ഇത് ഫൈബറാണ്. നല്ല കട്ടിയുള്ള ഫൈബറിൻ്റെ ട്രേ ആണ്. ശരിക്കും ഈ ട്രേ വാങ്ങിയിട്ട് വേണം സ്റ്റാൻഡ് ഉണ്ടാക്കാൻ തുടങ്ങാൻ. ഈ ട്രേയുടെ അടിയിൽ നോക്കിയാൽ കാണാം, രണ്ട് സൈഡിലും ഗ്രൂവ് ഉണ്ട്. ആ ഗ്രൂവിൽ കൂടെ വേണം അടിയിലത്തെ പൈപ്പ് ക്രോസ് ചെയ്യാൻ. അല്ലാതെ ഏതെങ്കിലും സൈഡിൽ കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോട്ട് വയ്ക്കാൻ പറ്റത്തില്ല, പോട്ട് ഇറക്കി വയ്ക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ പുറത്ത് വയ്ക്കാൻ പറ്റും, പക്ഷേ പോട്ട് നമുക്ക് 4 ഇഞ്ചിൻ്റെ പോട്ടും 6 ഇഞ്ചിൻ്റെ പോട്ടൊക്കെ ഇറക്കി വെക്കണമെങ്കിൽ ഈ കാണുന്ന ഈ ഗ്രൂവിൽ കൂടെ തന്നെ പൈപ്പ് ക്രോസ് ചെയ്യാവുള്ളൂ. ഒരു ട്രേയുടെ അടിയിൽ കൂടി 2 പൈപ്പാണ് ക്രോസ് ചെയ്യേണ്ടത്. ഇത് ഈ ട്രേ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന 3 തട്ടിൻ്റെ ഒരു സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡിൻ്റെ സൈഡിൽ സ്ക്വയറായിട്ട് കാണുന്നത് വലിയ GIയുടെ പൈപ്പാണ്. അതിനകത്താണ് വേറെ പൈപ്പ് ഫിറ്റ് ചെയ്തിട്ട് ട്രേ വെച്ചിരിക്കുന്നത്. സ്റ്റാൻഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എത്ര ഹൈറ്റ് വേണം അത്രയും ഹൈറ്റിൽ വെച്ചിട്ട് ഈ ട്രേ വരുന്നിടത്ത് ഇതുപോലെ ക്രോസിന് ആ ട്രേയുടെ ഗ്രൂവ് വരുന്നിടത്താണ് ഈ പൈപ്പ് വെച്ചിരിക്കുന്നത്. അങ്ങനെ രണ്ട് പൈപ്പ്, ഒരു ട്രേയുടെ അടിയിൽ 2 പൈപ്പ് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതും ഈ ട്രേയുടെ അറ്റം വരെ പൈപ്പിൻ്റെ അറ്റവും ഉണ്ടായിരിക്കണം. ഉള്ളിലോട്ട് നിന്ന് കഴിഞ്ഞാൽ ട്രേ ചെടി വെച്ച് കഴിയുമ്പോൾ മുമ്പോട്ട് കുനിഞ്ഞു വരും. അത് വരാതിരിക്കാൻ ട്രേയുടെ ലെവലിൽ തന്നെ പൈപ്പ് ഉണ്ടായിരിക്കണം. ഇതും ഞാൻ ട്രേ വെച്ച് വേറൊരു രീതിയിൽ ചെയ്ത സ്റ്റാൻഡാണ്. ഇതാണ് നമുക്ക് ഏറ്റവും എളുപ്പമായ രീതിയിൽ ചെയ്യാൻ പറ്റിയത്. ട്രേ നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും വെക്കാം. ആ ഗ്രൂവ് ഉള്ളിടത്തൂടെ പൈപ്പ് ക്രോസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ കാണിച്ച സ്റ്റാൻഡിൽ ചെയ്തിരിക്കുന്ന രീതിയിലല്ല ഇതിനകത്ത് ഞാൻ ചെയ്തേക്കുന്നത്. ഇതിൽ ഞാൻ ട്രേ തിരിച്ച് വെച്ചേക്കുവാണ്. അതുകൊണ്ട് ഒറ്റ ലെങ്തായിട്ട് നമുക്ക് പൈപ്പ് ഓടിച്ചങ്ങേ അറ്റം വരെ എത്ര നീളം വേണം അത്രയും നീളത്തിൽ ആ 2 ഗ്രൂവിൽ കൂടെ പൈപ്പ് നീട്ടിയിട്ടാൽ മാത്രം മതി. 4 കാല് വെച്ച് ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ എത്ര നീളത്തിൽ നമുക്ക് ട്രേ വെക്കണമെന്ന് വെച്ചാൽ അത്രയും നീളത്തിൽ പൈപ്പ് വെച്ചാൽ മതി. ഇതും ഞാൻ ആദ്യം കാണിച്ച പോലത്തെ സ്റ്റാൻഡ് തന്നെയാണ്, 3 തട്ടായിട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ആദ്യം ചെയ്തൊരു സ്റ്റാൻഡാണ്. അതുകൊണ്ട് ഈ ക്രോസിന് അടിയിൽ, ഈ ട്രേയുടെ അടിയിൽ കൊടുത്തിരിക്കുന്ന പൈപ്പ് അറ്റം വരെ വരാത്തത് കൊണ്ട് അതിൻ്റേതായൊരു ഡിഫക്റ്റ് ഈ സ്റ്റാൻഡിനുണ്ട്. ട്രേയുടെ മേളിൽ നമുക്ക് നല്ല വെയിറ്റുള്ള പോട്ടും വയ്ക്കാം, ഒരു പ്രശ്നവും വരത്തില്ല. ഈ പൈപ്പ് എത്തിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ. ഈ പൈപ്പ് കണ്ടോ, കുറച്ച് ഗ്യാപ്പ് നിൽക്കുന്നുണ്ടോ? ശരിക്കും ഈ അറ്റം വരെ വരേണ്ടതാണ്. അങ്ങനെ വന്നാലേ അത് സ്ട്രോങ് ആവത്തുള്ളൂ. ഈ സ്റ്റാൻഡ് ഞാൻ വേറൊരു രീതിയിൽ ചെയ്തേക്കുവാണ്. ഇതിൽ ട്രേയുടെ 2 സൈഡും പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ എത്ര വെയിറ്റുള്ള പോട്ട് വേണേലും വയ്ക്കാം. എന്നിട്ട് താഴോട്ട് ഈ ട്രേയുടെ ഗ്രൂവ് അനുസരിച്ച് മുകളിൽ നിന്ന് ഒരു പൈപ്പ് ഇറക്കി താഴോട്ട് L ഷേപ്പിൽ കൊടുത്തേക്കുവാണ്. എന്നിട്ട് ട്രേ എടുത്ത് വെച്ചേക്കുവാണ്. ഇത് വേറൊരു രീതിയിലാണ് ചെയ്തേക്കുന്നത്, 2 തട്ടായിട്ട് ചെയ്തേക്കുവാണ്. ഇത് ഞാൻ രണ്ടാമത് കാണിച്ച സ്റ്റാൻഡ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്, പക്ഷേ 2 തട്ടായിട്ട് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഈ ട്രേ വെച്ചിട്ട് 4 തരത്തിലുള്ള സ്റ്റാൻഡാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഐഡിയ അനുസരിച്ച് ഏത് തരത്തിൽ വേണേലും ഉണ്ടാക്കാം. ഈ സ്റ്റാൻഡിലെല്ലാം ഞാൻ കിളിക്കാനുള്ള പ്ലാന്റുകൾ വെച്ച് കിളിപ്പിക്കുന്നതാണ്. അതിലാകുമ്പം പോട്ട് ഇറക്കി വെച്ചിട്ട് പോട്ട് അനങ്ങാതിരിക്കുമ്പോൾ വേഗം റൂട്ട് വരും.
ഈ സ്റ്റാൻഡിൽ ഞാൻ ഓർക്കിഡ് കിളിപ്പിക്കാൻ വെക്കുന്ന സ്റ്റാൻഡാണ്. ഓരോ വെറൈറ്റിക്കും വേണ്ട ലൈറ്റ് അനുസരിച്ചാണ് ഞാൻ ഈ സ്റ്റാൻഡിലെല്ലാം പ്ലാന്റ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈ സ്റ്റാൻഡിൽ കോണിൽ വളർത്തിയ ഡെൻഡ്രോബിയെല്ലാം വെയിലും മഴയും കൊള്ളുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ട്രേ നേരത്തെ ഓർക്കിഡൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന അവരുടെ അടുത്ത് മാത്രമേ ഈ ട്രേ കിട്ടത്തുള്ളായിരുന്നു. ഇപ്പോൾ ഇത് പല നഴ്സറികളിലും അവൈലബിൾ ആണ്. ഇനി ഞാൻ ഉപയോഗിക്കുന്ന സ്പ്രെയറിനെ കുറിച്ച് പറയാം. നമുക്ക് ഒരുപാട് തരത്തിലുള്ള പമ്പുകൾ അവൈലബിൾ ആണ്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മാനുവലായിട്ടും ബാറ്ററി ഉപയോഗിച്ചും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നല്ല പഴക്കമുള്ളൊരു സ്പ്രെയറാണ്. അതുകൊണ്ട് ഇതിൻ്റെ മാനുവലിൻ്റെ പോർഷനെല്ലാം ഡാമേജ് ആയിട്ടിരിക്കുവാണ്. ഞാനിപ്പം ബാറ്ററി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിൻ്റെ മാനുവലായിട്ട് ഉപയോഗിക്കുന്ന പാർട്സ് എല്ലാം ഡാമേജ് ആയി പോയി. പക്ഷേ ബാറ്ററി ഉപയോഗിച്ചാണ് ഞാൻ അന്ന് മുതൽ ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും കൂടെയുള്ള ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ ബാറ്ററി ഇട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാർജ് പോയി കഴിഞ്ഞാൽ മാനുവലായിട്ട് നമുക്ക് പമ്പ് ചെയ്ത് ഉപയോഗിക്കാം. അതുമല്ല, ഒരുപാട് ചെടികളുള്ളവർക്ക് ഇത്രയും വലിയ പമ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇങ്ങനെയുള്ള പമ്പുകൾ സ്റ്റാർട്ടിങ് തന്നെ 16 ലിറ്ററിലാണ് സ്റ്റാർട്ടിങ്. 16ൻ്റെയും 20ൻ്റെയൊക്കെ കിട്ടും. ഇത് സിംഗിൾ മോട്ടറിൻ്റെയാണ്. പക്ഷേ ഡബിൾ മോട്ടറിൻ്റെ പമ്പും ഉണ്ട്. ഡബിൾ മോട്ടറിൻ്റെ നമുക്ക് ആവശ്യമേ ഇല്ല. പക്ഷേ എനിക്കിത് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട്. ഇത് നമുക്ക് പമ്പ് ചെയ്യുമ്പോൾ ഇത് നീക്കി വെച്ച് കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത് പോലിരിക്കും ഈ പമ്പിൻ്റെ ആയുസ്. ഓരോ തവണയും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്രഷ് വാട്ടർ ഇട്ട് കഴുകുകയും വേണം, ഫ്രഷ് വാട്ടർ ഒഴിച്ച് പമ്പ് ചെയ്ത് കളയുകയും വേണം. അങ്ങനെ ഓരോ ഉപയോഗം കഴിയുമ്പോഴും നല്ല ക്ലീനാക്കി വെച്ചേക്കണം. ഇതുപോലെയുള്ള പമ്പുകൾ ചീത്തായി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ കടയിലോ അല്ലെങ്കിൽ ഈ കമ്പനിക്ക് ഡയറക്റ്റ് നമ്മൾ അയച്ചു കൊടുക്കുകയോ വേണം. നമുക്ക് തന്നെ റിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇതുപോലെയുള്ള പമ്പ് വിശ്വാസത്തോടെ വാങ്ങാൻ പറ്റുന്ന കടയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം.